പുലിപ്പള്ളി കേസിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് ജാമ്യം. കേരളം വിട്ട് പുറത്തു പോകരുത്. 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് വേടന് കോടതി ജാമ്യം അനുവദിച്ചത്. തന്റെ കൈവശമുള്ളത് പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നുവെന്നും ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് പുലിപ്പല്ല് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നുമായിരുന്നു വേടന്റെ വാദം. ശാസ്ത്രീയ തെളിവുകൾ ഇല്ലാത്തതും മുൻപ് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തതുമാണ് വേടന് അനുകൂലമായത്. ലഹരി ഉപയോഗവും മദ്യപാനവും ശരിയായ ശീലമല്ലെന്നും തിരുത്താനുള്ള ശ്രമത്തിലാണ് താനെന്നുമായിരുന്നു ജാമ്യം ലഭിച്ച ശേഷം വേടന്റെ പ്രതികരണം. കേസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അത് കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവൻ്റെ പുകവലി മദ്യപാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, പോയിട്ട് വരാം. എനിക്ക് അതിനെക്കുറിച്ച് എനിക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് കോടതിയുടെ താഴെയുള്ള ഒരു കേസാണ്. പോട്ടെ. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, വനം വകുപ്പ് പറഞ്ഞത് ജാമ്യം കൊടുത്താൽ ഈ ഹിരൺദാസ് എന്ന വേടൻ പുറത്തു പോകാൻ സാധ്യതയുണ്ട്, രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വലിയ കാര്യങ്ങളാണ് കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പക്ഷേ കോടതി അതൊന്നും പരിഗണിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർശന ഉപാധികളോടെയാണ് വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പുറത്തു വന്ന വേടൻ പറഞ്ഞത് താൻ മദ്യപിക്കുന്നതും ലഹരിയും എല്ലാം തന്നെ വലിയ ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെന്ന് തിരിച്ചറിയുന്നു. നല്ലൊരു മനുഷ്യനാക്കാൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വേടൻ ജാമ്യം കിട്ടി പുറത്തു പോകുന്നതും. വനം വകുപ്പിന്റെ ആരോപണങ്ങൾ പൊളിയുകയാണോ സജു ദേവസ്യ? ഡോക്ടർ അരുൺകുമാർ, വനം വകുപ്പിന്റെ കസ്റ്റഡിക്കും തെളിവെടുപ്പിനും പിന്നാലെ വേടന് കോടതി ജാമ്യം അനുവദിച്ചു. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വേടന് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവ് നൽകിയത്. ഇക്കാര്യത്തിൽ വേടനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ജാമ്യാപേക്ഷയെ വനം വകുപ്പ് കോടതിയിൽ ശക്തമായി എതിർത്തു. തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നതടക്കം ഇക്കാര്യത്തിൽ പുലിപ്പല്ല് കൈമാറിയെന്ന് കരുതുന്ന രഞ്ജിത്തിനെ കണ്ടെത്തേണ്ടതുണ്ട് തുടങ്ങി വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് എന്നതടക്കമുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അത് അങ്ങനെ ശക്തമായ നിലപാട് വനം വകുപ്പ് സ്വീകരിച്ചെങ്കിൽ പോലും അത് തള്ളിയാണ് ഇക്കാര്യത്തിൽ കോടതിയുടെ ഉത്തരവ് എന്നത് ഏറെ ശ്രദ്ധേയം. വേടന്റെ കോടതിയിലെ വാദങ്ങൾ എന്നത് പുലിപ്പല്ലാണ് എന്ന് അറിയില്ലായിരുന്നു, സാധാരണക്കാർക്ക് എങ്ങനെ അറിയാൻ കഴിയും, ഇത് ഗിഫ്റ്റായി ലഭിച്ചതാണ് എന്നടക്കമുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചു. സമാന ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. ഇല്ല എന്നായിരുന്നു മറുപടി. ഇതടക്കം പരിഗണിച്ചുകൊണ്ടാണ് കോടതി വേടന് ജാമ്യം അനുവദിച്ചത്. ഈ കേസിൽ തന്നെ തുല്യനീതിയുടെ നിഷേധവും അനാവശ്യ തിടുക്കവും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇക്കാര്യത്തിൽ സൂപ്പർ താരത്തിന് ഒരു നീതിയും വേടനു മറ്റൊരു നീതിയും എന്ന സജീവ ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. നിയമപരമായി അതിന് നിലനിൽപ്പൊന്നും ഇല്ല എങ്കിൽ കൂടിയും അത്തരം ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വശത്ത് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ നിലപാടിനൊപ്പം വനം വകുപ്പ് പോകുന്നില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുകയും ചെയ്തത്. ഉപാധികളോടുകൂടിയാണ് ജാമ്യം. കേരളം വിട്ടുപോകരുത്, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളടക്കമുണ്ട്. ഒരു വശത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ച ഇതിനെ കേന്ദ്രീകരിച്ച് തുല്യനീതിയുടെ നിഷേധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടക്കുന്നു. അതേസമയം നിയമപരമായി കൂടിയും വേടൻ ഒരു ആശ്വാസം തൽക്കാലം ലഭ്യമാകുന്നു എന്നത് കൂടിയുണ്ട്. ഏതായാലും ഇതിനെ കേന്ദ്രീകരിച്ചുള്ള തുടർ ചർച്ചകൾ ഇനി വേടൻ എന്ത് പറയാൻ പോകുന്നു എന്നതടക്കം ഏറെ ശ്രദ്ധേയവും കൗതുകവുമുള്ള കാര്യമാണ്. അരുൺകുമാർ, താങ്ക് യു സജു ദേവസ്യ.